കൊച്ചുമക്കളെ വരെയും അല്ലെ ആ ഒരു ഡിസിപ്ലിന് വളർത്താൻ അമ്മയ്ക്കായി എന്നുള്ളത്. എന്റെ മോനൊക്കെ കൂടെ കൂടെ പഠിക്കുന്ന പിള്ളേരോ അല്ലെങ്കിൽ ഒപ്പം കളിക്കുന്ന പിള്ളേരെയോ കാണാനായിട്ട് അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ കുട്ടികൾ താല്പര്യം കാണിക്കുന്നത്. ഇത് എന്റെ അമ്മയെ കാണാൻ പോകാനാണ് അവന്റെ മോന് അമ്മണിയെ കാണാൻ പോവാം, അമ്മണിയുടെ വീട്ടിൽ പോവാം, അമ്മണിയെ കാണാൻ പോവാം. അതാണ് അവൻ പറയുന്നത്. അവിടെ നിൽക്കുന്നു. അത്രയും അടുപ്പമാണ്. അമ്മണി. എന്നിട്ട് അമ്മയുടെ അടുത്ത് പോവുക, അമ്മയുടെ അടുത്ത് പോയി എന്നെ പറ്റി നുണ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അമ്മ കൂടെ നിന്നാണോ? അതാണ് മോശം സ്വഭാവം മക്കളെ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ എന്നെ നോക്കി സത്താനം പറയുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ നോക്കി ഒഴിച്ചു കാണിക്കുക. അതൊക്കെ കുഞ്ഞാറ്റയ്ക്കായാലും ശ്രീമയ്ക്കായാലും കലചേച്ചിയുടെ മോനായാലും എല്ലാവർക്കും അമ്മയോടാണ് കൂടുതൽ, സ്വന്തം അമ്മമാരെക്കാൾ അടുപ്പം. തന്നെ അവരുടെ പ്രായത്തിലാവും എൻ്റെ അമ്മ. അപ്പൊ ഞാനൊക്കെ എൻ്റെ അമ്മയെ കണ്ട് പഠിക്കുക. കാരണം ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് വരാതിരിക്കാനുള്ള മാർഗം എന്താണെന്നുള്ളത് അവരുടെ പ്രായത്തിലേക്ക് ആവുകയല്ലേ. അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ചെവി കൊടുക്കുക, എന്നിട്ട് അവരുടെ ലെവലിലുള്ള കാര്യങ്ങൾ സംസാരിക്കുക. എന്റെ മോളും അതെ അമ്മണിന്നാ വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുള്ളൂ. അമ്മണി അങ്ങനെയുള്ള കാര്യങ്ങൾ. അവർ രണ്ടുപേരും കൂടെ അടുത്ത് തമാശയൊക്കെ. അതെ. ചേച്ചിയിലെ അമ്മ എങ്ങനെയാണ്? എൻ്റെ അമ്മ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറച്ച് എൻ്റെ അമ്മയും അമ്മൂമ്മയൊക്കെ ഞങ്ങളെ വളർത്തിയ ആ രീതി ഞാൻ അമ്മയായപ്പോ എൻ്റെ ഉള്ളിലോട്ട് കയറി വരികയാണ്. ലണ്ടനിൽ പോയ എൻ്റെ മോളോട് മക്കളെ എന്തായാലും നല്ലതായിരിക്കും, ഉറപ്പ്. അല്ല നല്ലതാണ്, പക്ഷെ എല്ലാ കുട്ടികളും അവള് നല്ല മോഡേൺ ഡ്രസ്സസ് ഇടുള്ളൂ. മോള് കുഞ്ഞാറ്റ അതൊക്കെ ഇടുള്ളൂ. അപ്പോ പിന്നെ ബാംഗ്ലൂരാണ് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചത്. ഏറ്റവും അപ്ഡേറ്റ് ചെയ്ത ഡ്രസ്സസ് ഇടും. അപ്പൊ ലണ്ടനിൽ പോയി ഞാൻ പറഞ്ഞു മക്കളെ ഒരു പട്ടുപ്പാവടയും ബ്ലൗസും എടുത്തോണ്ട് പോയോ. അമ്മ എന്തോന്നമ്മ, ലണ്ടനിൽ വന്ന് പട്ടുപ്പാവടയും ബ്ലൗസും എടുത്തോണ്ട് ഞാൻ പോണോ? സത്യമല്ലേ? ഞാൻ പറഞ്ഞു ഞങ്ങളെ അമേരിക്ക കൊണ്ടുപോകുമ്പോ അമ്മ പ്രത്യേകിച്ച് അത് കൊണ്ടുപോകും. അമ്മ പറയുന്ന തിയറി എന്ന് പറഞ്ഞാൽ അമ്മയുടെ കൊച്ചിലെ അമ്മ നല്ല മോഡേൺ ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത്. പക്ഷെ അമ്മ പറയുന്നത് അവിടെ അതല്ലേ പുതുമ. ലണ്ടനില് അവര് കാണാത്ത മോഡേൺ ഡ്രസ്സസ് ആണോ നിങ്ങളിപ്പോ ഇനി ഇടാൻ പോകുന്നത്? അവിടെ ചെന്നിട്ട് നല്ല പട്ടുപ്പാവടയും ബ്ലൗസും ഇട്ട് രണ്ട് ഭാഗത്തും തലയൊക്കെ പിന്നിട്ട് ഒരു ഇത്തിരി പൂവൊക്കെ വെച്ചാൽ എല്ലാരും ശ്രദ്ധിക്കും എന്താ ഏത് നാട്ടിലെ ഡ്രസ്സാ. സത്യമല്ലേ? ഞങ്ങൾ അങ്ങനെയാ നടന്നിരുന്നത്. കൊച്ചിലെ പ്രോഗ്രാംസിന് പോകുമ്പം പാവാടയും ഹാഫ് സാരിയും പട്ടിന്റെ ഉടുത്ത് അമ്മ രണ്ടു വശം തലയൊക്കെ പിന്നെ തരും, വലിയ ജിമിക്കൊക്കെ ഇട്ട് നടക്കുമ്പോൾ എല്ലാവരും വിദേശികളൊക്കെ ഞങ്ങളെങ്ങനെ നോക്കും, ഇതെന്ത് സംഗതി ഇത്, ഒരു പ്രത്യേക ഡ്രസ്സ് ധാവണിയൊക്കെ ഇട്ട് പോകുന്നു. അങ്ങനെ പോയിരുന്നത്. ഉർവശി ചേച്ചിയുടെ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് അങ്ങനെ എനിക്ക് തോന്നുന്നു ആദ്യം അവസാനമായിട്ട് പ്രത്യേകിച്ച് താരങ്ങൾ ഞാൻ ആരും 2 കൊലുസ് ഇട്ട് കണ്ടിട്ടില്ല. ഇല്ലേ, 2 സ്വർണത്തിലും വെള്ളിയിലും ഉണ്ടായിരുന്നു ചേച്ചിക്ക്. അല്ലേ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ഫോട്ടോ മുഖചിത്രം എന്താ വന്നപ്പോ കാലപ്പോ എല്ലാവരും 2 കൊലുസോ തളയും കൊലുസോ അങ്ങനെയൊക്കെ അന്നേ ഭയങ്കര സ്റ്റൈലായിട്ട്. കുഞ്ഞാറ്റിയോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇല്ല, ഞാൻ പറയുന്നത് പല കാര്യങ്ങളിലും നമ്മൾ അമ്മമാരാകുമ്പം ആ ഒരു പഴയ ഇതിലേക്ക് പോകുന്നുണ്ട്.